വാദങ്ങളുടെ സമയമാണ്. രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ മിഥുൻ വിജയകുമാർ. വെൽക്കം ശ്രീ മിഥുൻ. ശ്രീ മിഥുൻ വിജയകുമാർ, ഇവിടെ OK വാസു മാസ്റ്ററോട് 100% കമ്മ്യൂണിസ്റ്റ് ആയോ എന്ന് ചോദിക്കുമ്പോൾ വേണമെങ്കിൽ OK വാസു മാസ്റ്റർക്ക് പറയാം 10 വർഷം അതിന് മതിയായ കാലയളവാണ്, ഞാൻ 100% കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയാം. പക്ഷേ അത് പറയാതെ ഉള്ളിൽ നിന്നും ഇല്ല, ഞാൻ അത്രയുമായിട്ടില്ല, ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ, 50% കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ നിലപാടുകളിലും രാഷ്ട്രീയ സത്യസന്ധനാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ ഇതിനു മുമ്പുള്ള ഇന്റർവ്യൂസ് ഞാൻ കണ്ടിരുന്നു. അപ്പൊ അന്ന് അദ്ദേഹം തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് ആയി കഴിഞ്ഞു എന്ന രീതിയിലാണ് ഇന്റർവ്യൂവിലൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരു 50% ഒരു കണക്ക് പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഭയക്കുന്നു അദ്ദേഹം തിരിച്ച് ഇവിടുന്ന് കണ്ണൂരേക്ക് തന്നെയല്ലേ പോകുന്നത്. അപ്പോൾ എല്ലാം നന്നായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്താണ് എന്ന് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു ആസ് എ പൊളിറ്റിക്കൽ സ്റ്റുഡൻറ്റ്. കാരണം അദ്ദേഹം BJPയിൽ ഇത്രയും കാലം പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. പിന്നീട് CPM മാറിക്കഴിഞ്ഞു. ഇത്ര വർഷം CPM പ്രവർത്തിച്ചു കഴിഞ്ഞിട്ടും എനിക്ക് CPM ആവാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉള്ളത് എവിടെയോ RSSൻ്റെയോ അല്ലെങ്കിൽ BJPയുടെയോ ഒരു ഐഡിയോളജി അല്ലേ എന്ന് പറഞ്ഞാൽ RSSനെ 100% മനസ്സിൽ നിന്ന് തള്ളിക്കളഞ്ഞു എന്നാണ് ചോദ്യം. അതോ ഇപ്പോഴും ഉള്ളിൽ ഈ പറയുന്ന ആശയമുണ്ട്, അതുകൊണ്ട് തിരികെ ഒരു മടക്കയാത്ര ഉണ്ടാവുമോ OK വാസു മാസ്റ്റർ എന്തെങ്കിലും? ഇല്ല, ഉറപ്പാണ്. 2012 ആ പൊയിലൂർ മടപ്പുരയിലെ ഭക്ഷണശാലയിൽക്കാർ നടന്നിട്ടുള്ള അക്രമം, എൻ്റെ നേരെ നടന്ന വധശ്രമം, ഈ രണ്ട് കാര്യങ്ങളും 2012 തന്നെ ഈ RSSൻ്റെ ഈ ചെയ്തികളെ ഐഡിയോളജിനെ അടക്കം മനസ്സെന്ന് തള്ളി പറഞ്ഞതാണ്. പിന്നീട് പാനൂര് 2014 ആ അടിയോടുകൂടി പൂർണ്ണമായിട്ടും എടുത്തു കളഞ്ഞതാണ്. അതിനുശേഷം BJP നേതൃത്വം താങ്കളുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുന്നുണ്ടോ? തിരികെ വരണം എന്നാവശ്യപ്പെട്ടുണ്ടോ? ഇതുവരെ ഇല്ല. ബന്ധപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ഞാനത് തയ്യാറായിട്ടില്ല. OK വാസു മാസ്റ്റർ 46 വർഷം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പോൾ OK വാസു മാസ്റ്റർ BJP തിരികെ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ CB ഗോപാലകൃഷ്ണൻ പറഞ്ഞു കേട്ടില്ലേ?